KSU പ്രവർത്തകരെ ജയിലിൽ അടച്ച ആരോഗ്യമന്ത്രി മാപ്പ് പറയണമെന്ന് ചാണ്ടി ഉമ്മൻ. ബിദുൽ ബാലന്റെ വീട് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ജനാധിപത്യപരമായി നടന്ന കരിങ്കൊടി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കി തനിക്ക് പരിക്കേറ്റുന്ന വ്യാജ ആരോപണം ഉന്നയിച്ച വിദ്യാർത്ഥികളെ ജയിലിലടക്കുകയും പിന്നീട് തെളിവില്ലെന്ന് കണ്ട് പോലീസ് തന്നെ കോടതിയിൽ റിപ്പോർട്ട് നൽകുകയും ചെയ്ത സാഹചര്യത്തിൽ കേരളത്തിലെ ആരോഗ്യമന്ത്രി വിദ്യാർത്ഥികളോടും അവരുടെ കുടുംബത്തോടും മാപ്പ് പറയണമെന്ന് ചാണ്ടി ഉമ്മൻ MLA ആവശ്യപ്പെട്ടു. ബിദുൽ ബാലന്റെ വീട് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബോംബെറിഞ്ഞ പ്രതികൾക്ക് CPM-വുമായി ബന്ധമില്ലെന്നാണ് കുറ്റ്യാടി MLA പറയുന്നത്. എന്നാൽ CPM-ന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തയ്യാറാകണമെന്നും ചാണ്ടി ഉമ്മൻ ആവശ്യപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി BP ദുൽഖിഫിൽ, നിയോജകമണ്ഡലം പ്രസിഡന്റ് ബിബിൻ ബാലൻ, വൈസ് പ്രസിഡന്റ് അരുൺ മുയ്യോട്, മണ്ഡലം പ്രസിഡന്റ് അജയ് രാമകൃഷ്ണൻ, KSU ഭാരവാഹികളായ നിഷാൻ കോട്ടക്കൽ, അഖിൽ തിരുവള്ളൂർ, വിഷ്ണു P തുടങ്ങിയവർ സന്ദർശന വേളയിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട ബിദുലിന്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. വളരെ നീചമായ രീതിയിൽ ഈ കുടുംബത്തെ അറ്റാക്ക് ചെയ്ത്, ഈ കുടുംബത്തെ ടാർഗറ്റ് ചെയ്ത് CPM-ന്റെ പ്രവർത്തനം. CPM ഒന്നും അറിഞ്ഞില്ല, ഞാനെന്ന് പറഞ്ഞില്ല രാമനാരായണ എന്നുള്ള മട്ടിൽ അങ്ങ് നടക്കുകയാണ്. MLA വന്നിട്ട് പറഞ്ഞു ഞങ്ങളല്ല. ഞാൻ ചോദിക്കട്ടെ, ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരല്ലേ ജയിലിൽ കിടക്കുന്നത്? അവരെ ഇതുവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയോ? ഇല്ലല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം ഇതിനകത്ത് CPM-ന്റെ കരങ്ങൾ തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം. നിങ്ങൾക്ക് ബന്ധമില്ലാത്ത കാര്യത്തിൽ നിങ്ങൾ തന്നെ അവരെ ജയിലിൽ കിടക്കുന്നവരെ സംരക്ഷിക്കാൻ നിൽക്കുന്നത്. അപ്പം നിങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതിന്റെ അർത്ഥം നിങ്ങൾ തന്നെയാണ് ഇതിന്റെ പുറകിൽ. എന്നിട്ട് ഇവിടെ വന്ന നാടകം, ഇലക്ഷൻ എടുത്തുകൊണ്ട് മാത്രം MLA വരുന്നു, നേതാക്കന്മാർ വരുന്നു, ഞങ്ങൾക്കൊരു ബന്ധമില്ലാതെ പറയുന്നു. ഒരു കുടുംബത്തെ ഭീതിയിലാഴ്ത്തി എന്തിനു വേണ്ടി ഒരു കരിങ്കൊടി കാണിച്ചത്? അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് എന്തായിരുന്നു ഞങ്ങളൊക്കെ മറുപടി പറയേണ്ടത്? മുഖ്യമന്ത്രിയെ കല്ലെറിഞ്ഞപ്പോ, മുഖ്യമന്ത്രിയെ സെക്രട്ടേറിയറ്റ് വളഞ്ഞ് കയറാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോ, ഞങ്ങൾ മുഖ്യമന്ത്രി രാജിവെച്ചാൽ മാത്രമേ ഞങ്ങൾ പോകുന്നു പറഞ്ഞപ്പോ എന്തൊക്കെയാണ് ഞങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്? അങ്ങനെയൊന്നും ചെയ്യാതെ രാഷ്ട്രീയ മര്യാദ, രാഷ്ട്രീയ മാന്യത കാണിച്ച പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് UDF. മുഖ്യമന്ത്രി കല്ലെറിയപ്പെട്ടപ്പോഴും പറഞ്ഞത് ഒന്നും ചെയ്യരുത്, ഒരു സമരം പോലും നടക്കരുത് എൻ്റെ പേരിൽ നിന്നാണ്. അതിന് വളരെ വ്യത്യസ്തമായി വീണ ജോർജിനെ കരിങ്കൊടി കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആക്രമിക്കാൻ ശ്രമിച്ചു. ഇപ്പം പോലീസുകാരുടെ തന്നെ മൊഴി വന്നിട്ടുണ്ടല്ലോ, അക്രമം നടന്നിട്ടില്ല എന്നുള്ളത്. അപ്പം ഇത് വീണ ജോർജ് മാപ്പ് പറയണം ഈ കുടുംബത്തോട്, ഈ ഇതിനടക്കമുള്ള KSU പ്രവർത്തകരോട്. വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളായിരിക്കാം, പക്ഷെ ശത്രുക്കളല്ല. നിങ്ങൾ ഈ തരത്തിൽ പെരുമാറുന്നത് രാഷ്ട്രീയ മര്യാദയല്ല, മാന്യതയല്ല. ഒരു ആരോഗ്യപരമായ ജനാധിപത്യ സംവിധാനത്തിൽ ഇത് ശരിയല്ല.